ഒന്നാമത്തെ എഡിഷനിൽ 35 രാജ്യങ്ങളിലെ പാർട്ടിസിപ്പേഷനാണ് ഉണ്ടായതെങ്കിൽ അഞ്ചാമത്തെ എഡിഷൻ എത്തുമ്പോഴേക്കും 125 രാജ്യങ്ങളിൽ പ്രതിനിധികൾ ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ലോകത്തെവിടെയെല്ലാം മനുഷ്യനുണ്ടോ അവിടെയെല്ലാം മലയാളിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോക കേരള സഭ ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് ഒത്തുചേരാനുള്ളൊരു വേദിയായി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ലോക കേരള സഭയുടെ വിജയം. ഈ ലോക കേരള സഭ കൊണ്ട് എന്ത് നേടിയെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മലയാളിക്കൊരു സെക്യൂരിറ്റി ഫീൽ ഉണ്ടായി എന്നുള്ളതാണ്. പല രാജ്യങ്ങളിലും നമ്മൾ ജോലിക്ക് പോകും, ചിലപ്പോൾ ചില പ്രശ്നങ്ങളിൽ പെടുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ തന്നെ നേരത്തെ ഓഡിയോ വീഡിയോ പ്രൊഫൈലായി പല വിഷ്വൽസും കാണിച്ചിരുന്നു. അതിൽ പല കോണുകളിലും പല പ്രയാസത്തിലും പെട്ടവരെ അവർക്ക് സാന്ത്വനമേകാൻ ലോക കേരള സഭയുടെ സാധിച്ചു എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. ഓരോ ദിവസവും പല ആവശ്യങ്ങളുമായി ഞങ്ങളെ ജനങ്ങൾ സമീപിക്കും. എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളെ കൊണ്ട് പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്നു. കാരണം കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ, കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിൽ പ്രവാസ ലോകം വഹിച്ച പങ്ക് നിഷേധിക്കാൻ സാധിക്കാത്തതാണ്. എന്തുകൊണ്ട് കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി, എന്തുകൊണ്ട് സാമൂഹികമായും സാമ്പത്തികമായും